നോമിനേഷൻ സമർപ്പിച്ചു. ഇല്ല, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലൊന്നും വയലേറ്റ് ചെയ്യരുത് എന്നുള്ള നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ച് ഞങ്ങൾ മുതിർന്ന നേതാക്കളായ PJ കുര്യൻ സാറ്, ശിവദാസൻ നായർ, നമ്മുടെ KE അബ്ദുൾ റഹ്മാൻ, DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ, ഞങ്ങൾ 4 പേരാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയത്. എന്തോ ആണല്ലോ, അല്ലല്ല, ഇതിന്റെ പരിസരത്ത് നോമിനേഷൻ കൊടുക്കാനല്ല, റോഡിലാ പ്രകടനം. അത് റോഡിലല്ലേ തോമസ് ഐസക്ക് പിന്നെ ഈ ഇലക്ഷന്റെ ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ തൊട്ട് ചട്ടലംഘനമാണ്. കാരണം മുഴുവൻ സർക്കാർ സംവിധാനവും ദുരുപയോഗം ചെയ്യുക. കുടുംബശ്രീ, തൊഴിലുറപ്പ്, ഹരിതസേന, അംഗൻവാടി, സർക്കാർ ഉദ്യോഗസ്ഥര്, KDISCന്റെ സർക്കാർ ഉദ്യോഗസ്ഥര്, ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകർ, ഇതെല്ലാം സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ ഒരു സർക്കാർ സംവിധാനവും ദുരുപയോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ചട്ടങ്ങളുടെ 100% വിധേയനായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മാത്രം. അല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്ന വൃത്തികേടായി തോന്നുന്നവരുണ്ട്. ഇവിടെ ആ 1 കിലോമീറ്ററിനുള്ളിൽ 3 പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയെ മരണമടഞ്ഞത്. ഞാൻ ഇതിനു മുമ്പ് കാട്ടുപോത്ത് ആക്രമണത്തിൽ 2 പേര് മരണമടഞ്ഞപ്പോഴും ഞാനവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാനവിടെയുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി നിൽക്കും. അത് അവർക്കൊക്കെ വേണ്ടി നിൽക്കുന്ന വൃത്തികേടായി തോന്നുന്നവരുണ്ട്, അവരങ്ങനെ ചിന്തിച്ചോട്ടെ. പക്ഷെ ഞാൻ അഭിമാനമായിട്ടാണ് കാണുന്നത്. 100% ജനങ്ങൾ ഇതുപോലെ പിന്തുണ നൽകിയിട്ടുള്ള ഒരു കാലഘട്ടമില്ല. എല്ലാ വിഭാഗം ജനങ്ങളും അവര് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പരിമിതികളും ജനങ്ങൾക്കറിയാം. ഞങ്ങളുടെ പണമില്ല, അധികാരമില്ല. ഞങ്ങൾ സാധാരണ ജനങ്ങളെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. അതുപോലുള്ളൊരു വലിയ പിന്തുണ അവർ ഞങ്ങൾക്ക് നൽകുന്നു. അധികാരത്തിന്റെ മുഷ്ക് ഉപയോഗിച്ചും പണത്തിന്റെ കുത്തൊഴുക്ക് ഉപയോഗിച്ചും ഞങ്ങളെ തകർക്കാൻ ഈ ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ വലിയ പിന്തുണയാണ് തുടക്കം മുതലേ കിട്ടുന്നത്. സാധാരണ ജനങ്ങൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള അവർ തന്നെ സംഘടിപ്പിച്ച് ചെയ്യണം. ഞങ്ങൾക്കൊന്നും നൽകാനില്ല എന്നുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, അതായത് ഈ മന്ത്രി ഇന്നലെ വെല്ലുവിളിച്ചാണ്, അതായത് നഷ്ടപരിഹാരം മുഴുവൻ നൽകുന്നത് സംസ്ഥാന ഫണ്ടിൽ നിന്നാണ്, കേന്ദ്ര ഫണ്ടിൽ നിന്ന് ഒരു പൈസ പോലും ഇല്ല, വെല്ലുവിളിക്കുന്നത്. അല്ല, ഫെഡറൽ സിസ്റ്റം ആണല്ലോ. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു, സംസ്ഥാന ഗവൺമെന്റ് തരുന്നു. അല്ല, അവരെന്നെ വെല്ലുവിളിക്കാതെ സർക്കാർ ആശുപത്രി വല്ല പാരസെറ്റമോളുകൾ 2 ഗുളികയിലും കൊടുക്കാൻ പറ. അതവിടെ ഇല്ല, അതിവിടെ ഇല്ല. അത് നോക്കട്ടെ കേട്ടോ. ഒരു മന്ത്രി എന്ന നിലയിൽ അവരുടെ വകുപ്പിലുള്ള കാര്യം അദ്ദേഹം നോക്കട്ടെ. അവിടെ ഒരു സർക്കാർ ഇന്ന് നിങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി നോക്ക്, അവിടെ പാവപ്പെട്ടവർക്കുള്ള ഒന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ശശീന്ദ്രൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ. ഒരു വനമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് ഒരു കാര്യവും മനസ്സിലാകുന്നില്ല. അദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് അയാൾക്ക് അറിയില്ല. ഇതുപോലെ ദുരന്തങ്ങൾ ഇതുണ്ടാകുമ്പോൾ അത് ഒരു മന്ത്രി എന്ന നിലയിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ പോയി അവരെ ആശ്വസിപ്പിക്കാനെങ്കിലും തയ്യാറായി എന്തെങ്കിലും നടപടി എടുത്തോ? എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഉറച്ചു നിൽക്കുന്നു. ഒരു സംശയമില്ല, ഉറച്ചു നിൽക്കുന്നു. ഞാൻ ആരുടെയും വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല. എനിക്ക് അവരോടുള്ള അഡ്വൈസ്, എന്നെ വെല്ലുവിളിക്കാൻ വരുന്നതിന് മുമ്പ് സർക്കാർ ആശുപത്രിയിൽ അത്യാവശ്യം പാവപ്പെട്ടവർക്കുള്ള പാരസിറ്റമോൾ ഗുളികയെങ്കിലും പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. മന്ത്രിയായിട്ട് തന്നെയാണല്ലോ. മന്ത്രിയുടെ എല്ലാ സൗകര്യങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ടാണല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്.